ഇറാൻ ആണവരാജ്യമാണെങ്കിൽ പോലും അത് ഒരു രീതിയിലും അമേരിക്കയുടെ സുരക്ഷയെ ബാധിക്കുന്നില്ല. അമേരിക്ക ഇല്ലാതെ യുദ്ധം ചെയ്യാൻ ഇസ്രായേൽ തയ്യാറാവുമോ? എത്രത്തോളം പിടിച്ചു നിൽക്കാനാവും? അത് മറ്റൊരു ചോദ്യമാണ്. അമേരിക്ക ആരാണ് ഇളവ് തരാൻ എന്ന ചോദ്യം ഇവിടെ മനസ്സിൽ ചോദിച്ചു പലരും. ഉറക്കെ ചോദിച്ച് കണ്ടില്ല. ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം അത് ഉറക്കെ ചോദിച്ച് കണ്ടില്ല. ഡോക്ടർ മോഹൻ വർഗീസ്, ഈ അമേരിക്കയും ഇസ്രയേലും അവരുടെ അജണ്ടകൾ നടപ്പാക്കാനാണല്ലോ ഇറാനിൽ യുദ്ധം തുടങ്ങിയത്. അതിൽ ലോക നന്മയോ ലോക താല്പര്യമോ ഒന്നുമില്ലായിരുന്നു. പക്ഷേ ലോക സമ്പദ് വ്യവസ്ഥയുടെ കടക്കലാണ് ട്രംപും കൂട്ടരും വെട്ടിയത്. ലോകത്തിന്റെ ആശങ്കയ്ക്ക് ഉത്തരവാദികളും അതിന് പരിഹാരം കണ്ടെത്തേണ്ടതും അമേരിക്കയും ഇസ്രയേലുമാണ്. അതിൽ തർക്കമൊന്നുമില്ല. വീണ്ടും യുദ്ധത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ട തീരുമാനങ്ങൾ ഇരുപക്ഷത്തു നിന്നും ഇനിയെങ്കിലും പ്രതീക്ഷിക്കാമോ? കാരണം 2025 ഈ വർഷത്തിന്റെ തുടക്കത്തിലും ചർച്ചകളെ പ്രഹസനമാക്കി ഇറാനെ ആക്രമിക്കുകയായിരുന്നു അമേരിക്കയും ഇസ്രയേലും. ആ സഖ്യം ചർച്ചകളെ അട്ടിമറിച്ചത് മധ്യസ്ഥരായി നിന്ന ഒമാനെ കൂടി യുദ്ധത്തിലേക്ക് വലിച്ചിടുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെ സമാധാനം നിലവിൽ വന്നാലും അത് എത്ര കാലം നീണ്ടുപോകും? തോന്നുമ്പോൾ ആക്രമണം നടത്തുക, യുദ്ധം ചെയ്യുക, ഏകപക്ഷീയമായി പിൻവാങ്ങുക, വലിയ രീതിയിൽ ഡീലുകളെക്കുറിച്ച് സംസാരിക്കുക, വലിയ ആശയക്കുഴപ്പം സൃഷ്ടിക്കുക, ഇതൊക്കെ അമേരിക്കയുടെ ഒരു രീതിയാണ്. അതിന് പങ്കാളിയായി ഇസ്രയേലുമുണ്ട് കുറേ വർഷങ്ങളായി. അപ്പോൾ ഇങ്ങനെ തുടരാനാവുമോ? ഇത് ലോകം ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഈ കലാപരിപാടി എത്ര കാലം തുടരാൻ ആവും? ലോക സമാധാനം എന്ന് സംസാരിക്കുകയും അതേസമയം തന്നെ സമാധാനത്തിന് ഭഞ്ജനമുണ്ടാകുന്ന രീതിയിൽ ഒരു മേഖലയെ ആകമാനം കലുഷിതമാക്കി മാറ്റിയതിൽ ഇറാന് പങ്കുണ്ടെന്ന് ആരോപിക്കാമെങ്കിലും അതേപോലെ അതിനേക്കാൾ കൂടുതൽ പങ്ക് ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഉണ്ട്. ഇവിടെ ഇറാൻ്റെ ഒരു ബിൽഡപ്പ് തീർച്ചയായും ഇസ്രയേലിനെ അലോസരപ്പെടുത്തുന്നുണ്ടാവാം. അമേരിക്കയെ ഒരു രീതിയിലും നേരിട്ട് ബാധിക്കുന്നതല്ല. ഇറാൻ ആണവരാജ്യമാണെങ്കിൽ പോലും അത് ഒരു രീതിയിലും അമേരിക്കയുടെ സുരക്ഷയെ ബാധിക്കുന്നില്ല. ആകെയുള്ളത് അതൊരു പക്ഷേ ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയെ ബാധിച്ചേക്കാം, അല്ലെങ്കിൽ അവരുടെ പെർസെപ്ഷൻ അങ്ങനെയാണ്. അതിന് ഗൾഫ് രാജ്യങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്ന സഹായി യഥാർത്ഥത്തിൽ യജമാനനായി പെരുമാറുകയാണ്. ഗുണം ചെയ്തില്ലെങ്കിലും ദോഷം ചെയ്യാതെ അങ്ങ് പോ എന്ന് മനസ്സിൽ പറയുകയല്ലേ ഗൾഫ് രാജ്യങ്ങൾ? യഥാർത്ഥത്തിൽ യുദ്ധം ആരുടെ ആവശ്യമാണ്? അമേരിക്കയുടെ വെപ്പൺസ് ഷോക്കേസ് ചെയ്യാനുള്ള ഒരു അവകാശം, അമേരിക്ക റെലവൻ്റ് ആണ് എന്ന് കാണിക്കാനുള്ള ഒരു തന്ത്രം, ഗൾഫ് മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം, സ്വാധീനം, തങ്ങളുടെ ആയുധവിൽപ്പന തുടർന്നും നടപ്പാക്കാനുള്ള ഒരു തന്ത്രം എന്ന നിലയിൽ വളരെ ലാഘവത്തോടെയല്ലേ അമേരിക്ക അതിനെ കണ്ടത്. പക്ഷേ ലാഘവത്തോടെ കണ്ട് ഉടനടി ജയിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ട യുദ്ധം എങ്ങും എത്താതെ നിൽക്കുമ്പോൾ ഒരു സർക്കിൾ തിരിഞ്ഞ് എന്നാൽ പിന്നെ നമുക്ക് ചർച്ചയായാലോ? ഈ ചർച്ച നേരത്തെ നടന്നതാണ്. ആണവ വിഷയമാണെങ്കിൽ ഈ ചർച്ച നേരത്തെ നടന്നതാണ്. ആ ചർച്ചയിൽ ഒരു സമാധാനം കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. ഇറാൻ വഴങ്ങാൻ തയ്യാറായിരുന്നു കുറേയൊക്കെ. അപ്പോൾ യുദ്ധത്തിലൂടെ മാത്രമേ തങ്ങൾക്ക് പരിഹാരം ആവശ്യമുള്ളൂ, ബലപ്രയോഗം എന്തിനും ശാശ്വതമായ പരിഹാരമുണ്ടാക്കും എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച അമേരിക്കയും ഇസ്രയേലും ഇന്നിവിടെ നിൽക്കുന്നു. ദേ വേർ കമ്പൽഡ് ടു കം ടു ദി നെഗോഷിയേറ്റിംഗ് ടേബിൾ. അപ്പോൾ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ഇറാൻ്റെ ആവശ്യമാണെന്നാണ് പൊതുവെ അമേരിക്കൻ പ്രചരണമെങ്കിലും ഇതിപ്പോൾ അമേരിക്കയുടെ ആവശ്യമായി വന്നിരിക്കുന്നു. ഇസ്രായേലിൻ്റെ ആവശ്യമല്ല, ഉറപ്പാണ്. ഇസ്രായേൽ യുദ്ധം തുടർന്നാലും കുഴപ്പമൊന്നുമില്ല. പരമാവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക, ചുറ്റുപാടും ഇറാൻ്റെ കേപ്പബിലിറ്റിയെ തകർക്കുക. അതുവരെ എത്ര വർഷം വേണമെങ്കിലും യുദ്ധം ചെയ്യാൻ ഇസ്രായേൽ തയ്യാറാണ്. അമേരിക്ക കൂട്ടിനുള്ളിടത്തോളം കാലം. അമേരിക്ക ഇല്ലാതെ യുദ്ധം ചെയ്യാൻ ഇസ്രായേൽ തയ്യാറാവുമോ? എത്രത്തോളം പിടിച്ചു നിൽക്കാനാവും? അത് മറ്റൊരു ചോദ്യമാണ്. പക്ഷേ ആ ചോദ്യം അവിടെ ഉദിക്കുന്നില്ല. എപ്പോഴും ഇസ്രയേലിനോടൊപ്പം അമേരിക്ക കാണും, അല്ലെങ്കിൽ അമേരിക്കയോടൊപ്പം ഇസ്രയേൽ കാണും. ഈ ടോംസിൻ്റെ ഈ വളരെ ക്ലാസിക്കായ സീരീസ് ഉണ്ടല്ലോ, ബോബനും മോളിയും സീരീസ്, മലയാള മനോരമ ആഴ്ചപ്പതിപ്പിൽ വന്നത്. അപ്പോൾ കാര്യമൊന്നുമില്ല എങ്കിലും എപ്പോഴും ഒരു പൂച്ച അവിടെ ചുറ്റുപാടും കാണും. ആ പൂച്ചയുടെ വാലെങ്കിലും കാണും എപ്പോഴും. അപ്പോൾ അമേരിക്ക എന്ത് ചെയ്താലും, എവിടെയാണെങ്കിലും, എന്ത് നീക്കം നടത്തിയാലും, പശ്ചിമേഷ്യ നടത്തിയാൽ ഇസ്രയേലിൻ്റെ ഒരു പൂച്ചത്തരം അവിടെ ഉണ്ട്. ഇസ്രയേലിൻ്റെ ഒരു കൺസേൺ അവിടെയുണ്ട്. പൂച്ചയ്ക്ക് എന്താണ് കാര്യമെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കാം, അമേരിക്കയ്ക്ക് എന്താണ് ഈ പ്രദേശത്ത് കാര്യം, പൂച്ചയ്ക്ക് എന്താണ് പൊന്നൊരുക്കുന്നിടത്ത് കാര്യം. ബോബനും മോളയും ഉറഞ്ഞു തുള്ളുന്ന ഇടത്ത്, ക്യാരക്ടേഴ്സ് ഇങ്ങനെ നിൽക്കുന്ന ഇടത്ത് പൂച്ച ഒരിക്കലും ഒരു ക്യാരക്ടറല്ല.
പക്ഷേ അത് ആ ചിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെയാണ് ടോംസ് അതിനെ വരച്ച് കാട്ടിയത്. മലയാളിക്ക് വളരെ പരിചിതമായ ഒരു പൂച്ചയായതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഒരു അർത്ഥത്തിലല്ലേ പൂച്ചയ്ക്ക് എന്ത് കാര്യം പൊന്നൊരുക്കുന്നിടത്ത്? പൊന്നാണ് അവിടെ പശ്ചിമേഷ്യയിൽ ഒരുക്കുന്നത്, ബ്ലാക്ക് ഗോൾഡ്. അതായത് ഈ എണ്ണയാണ്, ക്രൂഡ് ഓയിൽ, ലോകത്തെ ഏറ്റവും ഗുണമേന്മയുള്ള ക്രൂഡ് ഓയിൽ, അതിൻ്റെ പ്രഭവ കേന്ദ്രം അതാണല്ലോ ഗൾഫ് മേഖല. മിക്ക രാജ്യങ്ങൾക്കും ഉണ്ടല്ലോ, അതിൽ ഇസ്രയേലിനില്ല, വളരെ വളരെ കുറവ് മാത്രമേ ഉള്ളൂ ഊർജ്ജ ഉപാധികൾ. അതുകൊണ്ട് മറ്റ് രാജ്യങ്ങൾ സമ്പുഷ്ടമാണ്. അപ്പം എണ്ണയിലാണ് കണ്ണ്. കുറുക്കൻ്റെ കണ്ണ് എപ്പോഴും കോഴിക്കൂട്ടിലാണ്. അത് സ്വന്തം കോഴിയല്ല എങ്കിൽ പോലും, സ്വന്തമായി വളർത്തുന്നതല്ല എങ്കിലും അന്യൻ്റെ കോഴിയുടെ മേലാണ് കുറുക്കൻ്റെ കണ്ണ് എന്ന് പറയുന്നത് പോലെ അന്യൻ്റെ വിഭവങ്ങളുടെ മേൽ തങ്ങൾക്ക് കണ്ണുണ്ട് എന്ന് പ്രവൃത്തി കൊണ്ട് അമേരിക്ക തെളിയിക്കുകയല്ലേ. പാകിസ്ഥാനോട് സ്നേഹമുള്ളത് കൊണ്ടാണോ? അല്ലല്ലോ. പക്ഷേ പാകിസ്ഥാൻ്റെ സിന്ധ് പ്രവിശ്യയിൽ റെയർ എർത്ത് ശേഖരമുണ്ട്. ചൈന പണിമുടക്കിയാലും ചൈന തരില്ല എന്ന് പറഞ്ഞാലും പാകിസ്ഥാനിൽ നിന്നും കുറേയെങ്കിലും കിട്ടിയാൽ നന്ന്. അപ്പോൾ അതുകൊണ്ട് അസിമുനീറിനെ മടിയിൽ വെച്ച് താലോലിക്കാം. അതേപോലെയല്ലേ ഈ ഉക്രൈനിയൻ പ്രസിഡന്റ് വലോദിമിർ സെലൻസ്കി ഉക്രൈൻ്റെ അഖണ്ഡത രക്ഷിക്കാനൊന്നുമല്ല അമേരിക്കയുടെ ശ്രമം. ഈ കോൺഫ്ലിക്റ്റ്, റഷ്യ ഉക്രൈൻ കോൺഫ്ലിക്റ്റ് മുതലെടുത്തുകൊണ്ട് ഉക്രൈൻ്റെ പ്രകൃതി വിഭവങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ ഗോതമ്പൊന്നും ആവശ്യമില്ല, ജോളമൊന്നും ആവശ്യമില്ല, അത് അമേരിക്കയ്ക്കുണ്ട്. അതേസമയം ഇവിടെയും റെയർ എർത്ത് തന്നെയാണ്, മിനറൽസ്, മെറ്റൽസ്, ധാതുക്കൾ, ലവണങ്ങൾ, ഇതെല്ലാം കൊണ്ടുപോകാനുള്ള ഒരു അവസരമായി കച്ചവടപരമായ ഒരു കണ്ണല്ലേ. അതുകൊണ്ട് എണ്ണ വിപണിയുടെ മേലുള്ള നിയന്ത്രണം, അമേരിക്കയ്ക്ക് എണ്ണ വേണ്ട. ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ, ക്രൂഡ് ഓയിൽ ഉത്പാദിപ്പിക്കുന്നത് അമേരിക്കയാണ്. അമേരിക്കയ്ക്ക് ഗൾഫിൽ നിന്ന് ഒരു തുള്ളി എണ്ണ വേണ്ട. അത് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് അച്ചട്ടായിട്ട് ശരിയാണ്, എണ്ണ വേണ്ട. പക്ഷേ എണ്ണ ആർക്ക് വിൽക്കണം? സൗദി അറേബ്യ ആർക്ക് എണ്ണ വിൽക്കണം? ചൈനയ്ക്ക് എണ്ണ വിൽക്കാമോ? അമേരിക്കയോട് ചോദിക്കണം. ഇറാൻ എണ്ണ വിൽക്കാമോ? വേണ്ട, നിങ്ങൾക്ക് ഉപരോധമാണ്, എണ്ണ ഒരു തുള്ളി വിൽക്കാനാവില്ല. വിൽക്കാറാകുമ്പോൾ ഞങ്ങൾ പറയാം, ഞങ്ങൾ പറയുന്നതനുസരിച്ച് നിങ്ങൾ പറയുന്നയിടത്ത് ഒപ്പിട്ട് തന്നാൽ കരാറായി, ഡീലായി, പിന്നെ എണ്ണ വിൽക്കാം. ഞങ്ങൾ പറയുന്ന തോതിൽ പറയുന്ന ഇടത്തേക്ക് എണ്ണ വിൽക്കാം. റഷ്യക്ക് എണ്ണ വിൽക്കാനാവുമോ? ഇല്ല, ഉപരോധമാണ്. പക്ഷേ ഇപ്പോൾ അമേരിക്ക പറഞ്ഞു കഴിഞ്ഞു ഉപരോധം. ഇന്ത്യക്കെതിരെ പോലും ഇത് വരികയാണ്. സെക്കൻഡറി സാങ്ഷൻ. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന് ഇളവുണ്ടായിരുന്നു 1 മാസം. അമേരിക്ക ആരാണ് ഇളവ് തരാൻ എന്ന ചോദ്യം ഇവിടെ മനസ്സിൽ ചോദിച്ചു പലരും. ഉറക്കെ ചോദിച്ച് കണ്ടില്ല. ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം അത് ഉറക്കെ ചോദിച്ച് കണ്ടില്ല. അത് തന്ത്രപരമായ ഒരു കീഴടങ്ങലെന്ന് ചിലർ പറയും, തന്ത്രപരമായ ഒരു മെയ്വഴക്കം എന്ന് ചിലർ പറയും. പല രീതിയിലായിക്കൊള്ളട്ടെ, അതല്ല നമ്മുടെ വിഷയം. അതുകൊണ്ട് റഷ്യൻ ഓയിൽ വിൽ സ്റ്റോപ്പ് നൗ. ഇറാനിയൻ ഓയിൽ ഓൾസോ വിൽ സ്റ്റോപ്പ്. തൽക്കാലത്തേക്ക് ഇറാനിയൻ ഓയിലും പുറംകടലിലുള്ള ഇറാനിയൻ കപ്പലുകളിൽ നിന്നും ഓയിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ എന്നാണ് അമേരിക്ക പറഞ്ഞത്. ഇപ്പോൾ അത് നിർത്താൻ പോകുന്നതെന്ന് പറയുന്നു. ഒരു വശത്തെ സമാധാനം കൊണ്ടുവരാൻ പോകുന്നതെന്ന് പറഞ്ഞു, ഡീലിലേക്ക് എത്തുന്നു. മറുവശത്തെ എണ്ണ വിൽപ്പന തങ്ങൾ നിയന്ത്രിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ അമേരിക്കയുടെ ആ ഒരു ഇൻറ്റൻഷൻസിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. ഗൾഫ് മേഖലയുടെ സുരക്ഷയല്ല, ഇറാൻ്റെ ആണവ വിഷയമല്ല വിഷയം, ഓയിലാണ് ആത്യന്തിക വിഷയം. അത് തങ്ങൾക്ക് മുതൽ മുടക്കാനും ഇറാൻ വഴിമാറി ചിന്തിച്ചാൽ, പുതിയ നേതൃത്വം വന്നാൽ, അമേരിക്ക അനുകൂല ഒരു പാവ ഭരണകൂടം വന്നാൽ, അമേരിക്കൻ കമ്പനീസ് ക്യാൻ ഫ്ലൈ ഇൻ ടു ഇറാൻ. ഇറാൻ്റെ നഷ്ടപ്പെട്ട എണ്ണ കമ്പനികൾ എല്ലാം തന്നെ വലിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വൻതോതിൽ പ്രൊഡക്ഷൻ. അപ്പോൾ വെനിസ്വേലയിൽ ചെയ്തതുപോലെ ഇറാൻ്റെ എണ്ണയെയും അമേരിക്കയ്ക്ക് ആത്യന്തികമായി നിയന്ത്രിക്കാൻ കഴിയുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ അത് ഈ ഡീലിലൂടെ ഒരിക്കലും നടക്കില്ല. ഇറാൻ്റെ ഭരണകൂടമാണ് ഡീലിന് മുന്നോട്ട് വരുന്നത്. മുജ്തബ ഖുമൈനി നയിക്കുന്ന ഒരു ക്രമം, ആ ക്രമത്തെ അട്ടിമറിക്കാൻ അമേരിക്ക കഴിഞ്ഞില്ലല്ലോ. ആ ക്രമം ആരെ അട്ടിമറിക്കണം, ഏത് ക്രമത്തെയാണ് അട്ടിമറിക്കാൻ അമേരിക്ക ഇറങ്ങി പുറപ്പെട്ടത്, ആ ക്രമത്തോട്, ആ ഭരണകൂടത്തോടാണ് അമേരിക്ക ഇപ്പോൾ നെഗോഷിയേറ്റ് ചെയ്യുന്നത് എന്നത് വിധി വൈപരീത്യമായി തോന്നാം. അതിലേക്ക് എത്തി നിൽക്കേണ്ടി വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇറാനിയൻ എണ്ണ ഭാവിയിലും അമേരിക്കയ്ക്ക് നിയന്ത്രിക്കാനാവില്ലായിരിക്കും. പക്ഷേ ഗൾഫ് രാജ്യങ്ങളുടെ എണ്ണ എങ്ങോട്ട് കൊണ്ടുപോകണം, എത്ര കൊണ്ടുപോകണം എന്നത് നിയന്ത്രിക്കാൻ തുടർന്നും അവകാശത്തിന് വേണ്ടിയാണ് അമേരിക്ക പൊരുതുന്നത്. എന്നിട്ട് അവസാനം ഒരു വലിയ വായിലെ വർത്തമാനവും പറയും, ഞങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു കരാറിലൂടെ ഹോർമൂസ് ഇതാ തുറന്നു തന്നു, അല്ലെങ്കിൽ കാണാമായിരുന്നു. പക്ഷേ തിരിച്ച് രഹസ്യമായിട്ടെങ്കിലും ഗൾഫ് രാജ്യങ്ങൾ പറയും, നിങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഹോർമൂസ് അടച്ചു കിട്ടി, അടച്ചത് പിന്നെ തുറന്നു. ഇത് വലിയ കാര്യമാണോ? എന്തിന് ഞങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നു എന്നുകൂടി മനസ്സിൽ പറയുന്നുണ്ടാവാം ഗൾഫ് രാജ്യങ്ങൾ.